എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര പറ്റിക്കൽ ആണ്. അതിന് കുറച്ച് നെത്തോലി എടുത്ത് മുള്ള് കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം. അതിന് ശേഷം ഇച്ചിരി ഉപ്പിട്ട് നമുക്ക് അതൊന്ന് തേച്ച് കഴുകിയെടുക്കണം. ഉപ്പിട്ട് നല്ലതുപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് അതിനകത്തുള്ള ചേരുവകൾ 2 സവാള ഉള്ളി, 3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ശകലം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകവും ഇട്ട് കുരുമുളക് പൊടിയും ഇട്ട് അരച്ചെടുത്ത് നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ശകലം എണ്ണയൊഴിച്ച് ഇച്ചിരി കടുകും ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളകും ഇട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചേരുവകൾ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ശകലം ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. നല്ലോണം വശക്കിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ശക്തിയായിട്ട് ഇളക്കരുത്, നെത്തോലി പൊടിഞ്ഞു പോകും. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് 2-3 കുറച്ച് നെത്തോലി ഞാൻ എടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ട്. അതിൻ്റെ അരച്ച് ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. മണമുള്ള പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് ഇലിമ്പിപ്പുളിയിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത്. ഇലിമ്പിപ്പുളിയും അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി കറി അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മുടെ നെത്തോലി പീര വറ്റിച്ചതിൻ്റെ വെള്ളം ശകലവും കൂടി ഉണ്ട് വറ്റാൻ. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം. നെത്തോലി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം. അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പീര വറ്റിച്ചതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. മണം കേട്ടാലേ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനാണെന്ന്. കറിയും തിളച്ചിട്ടുണ്ട്. ചോറിനകത്ത് ഇതെടുത്തു. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം.